കൂത്താട്ടുകുളത്തെ CPM നേതൃത്വവുമായി തെറ്റാനുള്ള കാരണമാണ് കലാരാജു CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ വിശദീകരിക്കുന്നത്. പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ കടം വീട്ടാനായി കുടുംബ വീടും സ്ഥലവും വിൽപ്പിച്ചുവെന്നാണ് കലയുടെ പ്രധാന ആരോപണം. ഭൂമി വിൽപ്പനയിലും പുതിയ വീട് വാങ്ങിയതിലും താൻ വഞ്ചിക്കപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാനും ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസാണ് എല്ലാം നടത്തിയത്. പെർമിറ്റ് എടുക്കാതെ പണിത വീടാണ് അമിതവിലയ്ക്ക് തന്നെ കൊണ്ട് പിന്നീട് വാങ്ങിപ്പിച്ചത്. ഇതിൽ വലിയ നഷ്ടമുണ്ടായി. ഏരിയ നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടും ഇടപെട്ടില്ലെന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ MV ഗോവിന്ദന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ കലയുടെ ഭൂമി വിൽപ്പനയിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് സണ്ണി കുര്യാക്കോസിന്റെ വിശദീകരണം. അവരുടെ വസ്തു അവര് വില പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം അവര് ഭൂമി വിറ്റു. ഞാൻ ഇവരുടെ പേരിൽ നിയമപരമായ നടപടി ഞാൻ സ്വീകരിക്കും. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു പൈസയുടെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെന്ന് തെളിയിക്കുവാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. കലാരാജുവിന്റെ പരാതി ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നുവെന്ന് സെക്രട്ടറി CN മോഹനൻ സമ്മതിച്ചു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പരാതി ലഭിച്ചാൽ എത്രയും അടിയന്തരമായിട്ട് നമ്മളത് ആ ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്യും. അപ്പോൾ ആ ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തു. കലാരാജുവിന്റെ ഭർത്താവിന്റെ പേരിലുണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും പാടമായിരുന്നു. ഇതിന് ആ പ്രദേശത്ത് കരഭൂമിക്ക് കിട്ടുന്ന സെന്റിന് 3.5 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് CPM പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നത്. ഇപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷ, അവരിലെ ഒരു ഭയം, അങ്ങനെ ഒരു ഭയം പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാവും. ഇതിനിടെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഏരിയ സെക്രട്ടറി PB രതീഷും നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനുമടക്കം 5 നേതാക്കൾ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. CPMന്റെ വനിതാ കൗൺസിലർമാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ 5 കോൺഗ്രസ് നേതാക്കളും ജാമ്യം തേടി കോടതിയിലെത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യ ഹർജികളിലെ കോടതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.